നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവമേ, ആ മൈഥിലി ചതിച്ചിട്ട് പോയ വേദനയിൽ നിന്ന് പാവ ACP മാറണേ. ഈ കുഞ്ഞിനോടുള്ള സ്നേഹത്തിലൂടെ ACP ആ പഴയ മനുഷ്യനാവണേ. ACP, കുഞ്ഞിനെ തരാവോ? അവൾക്ക് വിശക്കുന്നുണ്ടാവും. അവൾക്ക് വിശപ്പുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. അവളുടെ അച്ഛന്റെ സന്തോഷം കണ്ട് വൈകമ്മോളുടെ വിശപ്പ് മാറിയതായിരിക്കും. അമ്മയുടെ ചിങ്കിരി മാവേ, അമ്മയുടെ പൊന്നേ, എന്തായിരുന്നു അച്ഛനുമായിട്ട്? എന്റെ പൊന്നിന് അച്ഛനിന്ന് ഉമ്മയൊക്കെ തന്നോ? എന്താ എന്റെ പൊന്നിന് സന്തോഷമായോ? എങ്കിലേ അമ്മയുടെ പൊന്ന് ഈ പാല് കുടിച്ച്. ആ, വിശപ്പില്ലായിരിക്കും, എന്നാലും കുടിക്കണം കേട്ടോ. എന്തേ ഇനി വന്ന് എന്റെ അടുത്തേക്ക് വരാൻ. മീനാക്ഷി, എന്തോ? ഞാനാകെ തകർന്നു പോയപ്പോ വാക്കുകളാലും പ്രവൃത്തികളാലും എനിക്ക് കോൺഫിഡൻസ് തന്നവളാ നീ. എന്റെ കുട്ടിക്ക് വേണ്ടി സംസാരിച്ച നിനക്ക് എന്റെ നന്ദി. മൈ സിൻസിയർ താങ്ക്സ്. ഒരു തിരുത്തുണ്ട്. എന്താ അത്? എന്റെ കുട്ടിന്ന് പറയരുത്, നമ്മുടെ കുട്ടി. അതെ, നമ്മുടെ കുട്ടി. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരു കലയാണല്ലേ? അതെ, അച്ഛനും അമ്മയും കൂടെ കുളിപ്പിക്കുമ്പോഴാ അതൊരു കലയാവുന്ന.
ഇത് ഇത്രയും വരെയായോ? വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടെ? അയ്യോ, അമ്മായിയുടെ കണ്ണിന് ഇതെന്ത് പറ്റി? എന്റെ കണ്ണിനൊന്നും പറ്റിയില്ലല്ലോ. ഉണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ഇവിടെ എന്ന് ചോദിക്കോ? ഒന്നും അമ്മായി കാണുന്നില്ല. അയ്യോ, എന്റെ അമ്മായി അമ്മയുടെ കാഴ്ച ശക്തി പോയേ. മതിയടി കളിയാക്കിയത്. ഈ സംയുക്ത കുളിപ്പിക്കല് കണ്ടോണ്ട് തന്നെയാ ഞാനങ്ങനെ ചോദിച്ചത്. നീ എന്താണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നേ? ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടമ്മേ. ആ സന്തോഷം എന്താണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. നീ ഒരു പോലീസ് ഓഫീസറാ. നിനക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എന്താ പോലീസ് ഓഫീസർമാർക്ക് സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ലേ? കുട്ടികളെ കുളിപ്പിക്കുന്നതേ വീട്ടിലെ അമ്മമാരോ മറ്റു വേലക്കാരികളോ ആണ്. ഒരു വേലക്കാരി ആ കൃത്യം ചെയ്യുന്നുണ്ടല്ലോ. നീ നിന്റെ പാട് നോക്കിപ്പോ. അമ്മേ, മീനാക്ഷി ഈ വീട്ടിലെ വേലക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. പിന്നെ അവൾ അടിമയാണെന്നോ നീ അറബിയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട്? ഞാൻ അറബിയോ അല്ല, ഒട്ടകോ അല്ല, ഒരു മാങ്ങാ തൊലിയോ അല്ല. കുറെ കാലം ഞാനൊരു ചെകുത്താനായിരുന്നു. എന്താ മതിയോ? ചെകുത്താനോ? അമ്മേ, ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഈക്വൽ പാർട്ണർഷിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുക്കളപ്പണി ഭാര്യയ്ക്ക്, കുഞ്ഞിനെ കുളിപ്പിക്കൽ ഭാര്യയ്ക്ക്, തുണി അലക്കൽ ഭാര്യയ്ക്ക്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഭർത്താവിനും ചെയ്യാവുന്നതാ. പ്രസവം ഒഴിച്ച് ബാക്കി എല്ലാ ജോലിയും ഭർത്താവിനും ചെയ്യാവുന്നതാ. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനും എന്റെ വൈഫ് മീനാക്ഷി അത് ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുക. അതിനിടയ്ക്ക് അമ്മായിയമ്മമാരുടെ സ്ഥിരം പരിപാടി ഇവിടെ വേണ്ട. അമ്മ എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുക. കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാവട്ടെ. അത് കളിക്ക്. പോവാം. ഇവൻ മീനാക്ഷിയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞു. കുടുംബം കെട്ടിപ്പടുക്കുക. ഈ കുടുംബത്തെ എങ്ങനെ കെട്ടണം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.